ഹായ് ഫ്രണ്ട്സ്, CK's ഫാം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് ആടുവളർത്തൽ ലാഭകരമാക്കാനുള്ളതിൻ്റെ 3 എളുപ്പ വഴികളാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ആടുവളർത്തലിലെ പ്രധാന ലാഭം എന്ന് പറയുന്നത് കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിച്ച് വിൽക്കുമ്പോഴാണ്. അപ്പോൾ അതിനെല്ലാം ഉത്തമമായൊരു ബ്രീഡാണ് മലബാർ ഇനത്തിൽപ്പെട്ട ആടുകൾ. ഒരു പ്രസവത്തിൽ 2 മുതൽ 3 കുഞ്ഞുങ്ങൾ വരെയാണ് നമുക്ക് മലബാറി ആടുകളിൽ നിന്ന് കിട്ടുന്നത്. തുടക്കക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ആടാണ് മലബാറി ഇനത്തിൽപ്പെട്ട ആടുകൾ. ഇതുപോലുള്ള ആടുകളെ തുടക്കത്തിൽ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈബ്രിഡ് കൂടുകളൊന്നും തുടക്കത്തിൽ പണിയാതിരിക്കുക. ആടുകളുടെ എണ്ണത്തിനനുസരിച്ച് മാത്രമേ കൂടുകൾ നിർമ്മിക്കാൻ പാടുള്ളൂ. പിന്നെ ആടുകൾക്ക് പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്നത് പരമാവധി കുറക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരുപാട് രൂപക്ക് പെല്ലറ്റ് ഫീഡ് വേഗം കൊടുക്കുന്നതിന് പകരം നമ്മൾ നാട്ടിൻ പുറത്തൊക്കെയുള്ള പുല്ലും അതുപോലെ ഇലവർഗ്ഗങ്ങളും എല്ലാ ആടുകളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ ചിലവ് പരമാവധി കുറക്കാവുന്നതാണ്. ഇങ്ങനെയെല്ലാം ആട് വളർത്തുമ്പോഴാണ് നമുക്ക് ആട് വളർത്തലിലൂടെ ഒരുപാട് ലാഭം ലഭിക്കുന്നത്. ഒരു ആട് കർഷകനെ സംബന്ധിച്ച് ആട് വളർത്തലിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർക്ക് വരുന്ന രോഗങ്ങളും അതിന് കൊടുക്കുന്ന മരുന്ന്, അതുപോലെ അവരുടെ തീറ്റക്രമം. ഇതെല്ലാം ഒരു ആട് കർഷകൻ തീർച്ചയായും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആട് വളർത്തലിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആട് വളർത്തലിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളതിനെക്കുറിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്.